ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചത് ഫോട്ടോഗ്രാഫിയിലെ കുറച്ച് ബേസിക് അറിവുകളെക്കുറിച്ചാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്പർച്ചർ എങ്ങനെയാണ് എക്സ്പോഷറിനെയും ഡെപ്ത് ഓഫ് ഫീൽഡിനെയും അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇതുവരെ കാണാത്തവർ ദയവായി ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഷട്ടർ സ്പീഡിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ കാണാത്തവർ ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോഷർ ട്രയാങ്കിളിലെ മൂന്നാമത്തെ കമ്പോണൻറ്റ്, അതെ ISO എന്താണെന്നും അത് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ഫോട്ടോ വാക്ക്. തുടക്കക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ISO. ഇത് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എത്രത്തോളമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഗുണത്തേക്കാളേറെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ISO. ശരിക്കും എന്താണ് ISO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാമറയ്ക്കുള്ളിലെ സെൻസറിൻ്റെ ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റിയാണ് ISO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ISO കുറഞ്ഞാൽ സെൻസിറ്റിവിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നും ISO കൂടിയാൽ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിച്ചം കുറവുള്ള സാഹചര്യങ്ങളിലാണ് ISO കൂട്ടി ചിത്രങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണമായി, നിങ്ങൾക്ക് രാത്രിയിൽ പുറത്തു പോകുമ്പോൾ കുറച്ച് ചിത്രങ്ങൾ എടുക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ചിത്രങ്ങൾ എടുക്കണമെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ISO കൂട്ടി ചിത്രങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ISOയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇൻ ക്യാമറ ISO സെറ്റിംഗ്സ് പ്രധാനമായി 2 തരത്തിലാണുള്ളത്. ഒന്ന് ഓട്ടോ ISO, രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചുള്ള ISO. ഓട്ടോ ISO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാഹചര്യത്തിലെ ലൈറ്റ് മനസ്സിലാക്കി അവിടെ എത്രത്തോളം ISO ആണ് ആവശ്യമുള്ളത് അത് ക്യാമറ തനിയെ മനസ്സിലാക്കി സെറ്റ് ചെയ്യുന്നതിനാണ് ഓട്ടോ ISO എന്ന് പറയുക. മിക്ക SLR ക്യാമറകളും ISO സ്റ്റാർട്ട് ചെയ്യുന്നത് 100 എന്ന വാല്യൂവിലാണ്. 100 മുതൽ 6400, 12800 എന്നീ ലെവൽ വരെ ISO കൂട്ടി ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ISO കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് അത് ഇമേജിൻ്റെ ക്വാളിറ്റിയെ സാരമായി തന്നെ ബാധിക്കും. ഇതെന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനായി നമുക്ക് കുറച്ച് സാമ്പിൾ ഇമേജസ് എടുത്തു നോക്കാം. നമ്മുടെ സാമ്പിൾ ഇമേജ് എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം വൈകുന്നേരം 6 മണി 7 മണിയാകുന്നു. അപ്പോൾ നമുക്കൊരു മോഡലിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോഡല്. അപ്പോൾ മോഡലിനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ ISO വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഫ്ലാഷ് റേസ് ചെയ്ത് ഫോട്ടോ എടുക്കണം, ഫ്ലാഷ് ഫെയറിൽ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ISO ഇൻക്രീസ് ചെയ്ത് ഫോട്ടോ എടുക്കണം. ISO കൂട്ടി കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് ഇമേജസ് എടുത്ത് നോക്കാൻ പോവാണ്. ഇമേജസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അതിലുണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ISO സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ കുറച്ച് ചിത്രങ്ങൾ എടുത്തത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏകദേശം ഒരു സന്ധ്യാസമയത്ത്, ഒരു 6:30 കഴിഞ്ഞുള്ള സമയത്താണ് നമ്മൾ ചിത്രങ്ങൾ എടുത്തത്. 100 മുതൽ മുകളിലേക്കുള്ള ISOകളാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ISOകൾ ഇതൊക്കെയാണ്: ISO 100, ISO 400, ISO 800, 1000, അതുപോലെ തന്നെ 3200, 5000 എന്നിങ്ങനെയുള്ള ISOകളാണ് നമ്മൾ പരീക്ഷിച്ചത്. 100 എന്നുള്ള ISOയിലാണ് നമ്മൾ ആദ്യത്തെ ചിത്രങ്ങൾ എടുത്തത്. അപ്പോൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ലൈറ്റ് കുറച്ച് കുറവാണ്, അതുപോലെ കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് ISO ഈ ഇമേജിൽ നിന്ന് 100 എന്നുള്ള ISOയിൽ നിന്ന് ISO 400ലേക്ക് നമ്മൾ ജമ്പ് ചെയ്തു. അതിനിടയ്ക്കുള്ള ISOകളുണ്ട്. ISO 125, ISO 160 ഉണ്ട്, 200 ഉണ്ട്, 320 ഉണ്ട്, അങ്ങനെയുള്ള ISOകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ISO 400ലേക്കാണ് എടുത്തത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ISOകൾ നിങ്ങൾ ചിത്രങ്ങൾ എടുത്ത് നോക്കുക. ഫസ്റ്റ് ഇമേജിനേക്കാളും കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആണ്. അതുപോലെ തന്നെ അത്ര കാര്യമായിട്ട് നോയ്സ് ഒന്നും വന്നിട്ടില്ല. അടുത്ത ഇമേജ് ISO 800ലാണ് എടുത്തത്. അപ്പോൾ അതിൽ വലിയ കാര്യമായിട്ട് നോയ്സ് വന്നിട്ടില്ല, പക്ഷേ കുറച്ചും കൂടെ ഇമേജിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് ഏകദേശം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അടുത്ത ഇമേജ് ISO 1000ലാണ് എടുത്തത്. ഇതിൽ അത്യാവശ്യം നോയ്സ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വരുന്ന ഇമേജസ് ISO 3200, 3200ലാണ് നമ്മൾ ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിലും നോയ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ നന്നായിട്ട് നോയ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമേജ് ISO 5000 അടുത്തുള്ള ഇമേജ്, ആ ലെവലിൽ നന്നായിട്ട് നോയ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ISOയിലാണ് നോയ്സ് വരുന്നത്, ഏത് ISOയിലാണ് നോയ്സ് വരാത്തത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഇന്ന ISO ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചിത്രങ്ങൾ പരിശോധിക്കുന്ന വഴി
ISO കൂട്ടുമ്പോൾ ചിത്രത്തിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോയ്സ് എന്താണെന്ന്, നോയ്സ് എങ്ങനെയാണ് ചിത്രത്തിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാം. താങ്ക്